Good morning. So yeah, welcome back to my YouTube channel. നിങ്ങൾ തമ്മയിൽ കണ്ട പോലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഞാൻ ഇപ്പം എണീറ്റേ ഉള്ളൂ. ഇറ്റ്സ് അറൗണ്ട് ഐ തിങ്ക് 8 ആയിട്ടില്ല, 7:30 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ഇവിടെ. സോ ഐ ജസ്റ്റ് വോക്ക് അപ്പ്. എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. സോ ഇന്ന് ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡും എന്തൊക്കെയാണ് ഞാൻ കഴിക്കണത് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എടുക്കണുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ ഭയങ്കര ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ കഴിക്കാൻ പോണില്ല. ഇറ്റ്സ് എ വെരി നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. ചിലപ്പോൾ നോർമലിനേക്കാളും ബേസിക് ഡേ ആയിരിക്കും. ഞാൻ അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല. ഇന്നലെ ആണ് ഞാൻ ആലോചിച്ചത് ഐ വിൽ ടേക്ക് ദിസ് എന്നുള്ളത്. നാളെ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത് ഇന്നലെയാണ്. സോ എല്ലാം പെട്ടെന്നാണ്, ഒന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുക. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഷുഗർ കട്ടിലാണ്. ഷുഗർ കട്ട് ഇൻ ദ സെൻസ് മാക്സിമം ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. അതല്ലാതെ ഡയറ്റിലോ അങ്ങനെ ഒന്നുമല്ല, നോർമൽ ഡേ ആണ്. പിന്നെ മോസ്റ്റ്ലി ഹോം മെയ്ഡ് ഫുഡായിരിക്കും, പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് ഉണ്ടാവില്ല. വല്ലപ്പോഴും വീക്കെൻഡ്സിലൊക്കെ മാത്രമേ, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ മടിയായിട്ടിരിക്കുന്ന ദിവസമൊക്കെ മാത്രമേ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറുള്ളൂ. അതർവൈസ് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ബേസിക് ആയിട്ട് ഞാൻ വീട്ടിൽ കഴിക്കുന്ന ഫുഡായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. അല്ലാതെ നത്തിങ് പ്ലാൻഡ് ഓർ നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ആദ്യം ഇപ്പം എണീറ്റ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് എണീറ്റ അപ്പം തന്നെ ഞാൻ വെള്ളം കുടിക്കും. അത് ഏറ്റവും മസ്റ്റാണ്. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. ഐ തോട്ട് ഓക്കെ ഐ വിൽ ബ്രഷ്, എന്നിട്ട് പതുക്കെ വെള്ളം കുടിക്കാം. ഞാനിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് തിങ് ഐ ഡു ഇസ് ഐ ഡ്രിങ്ക് വാട്ടർ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. So I'm someone who drinks a lot of water. കുറേ വെള്ളം കുടിക്കും ഞാൻ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല. റീസെൻ്റ്ലി ആണ് ഞാൻ ഈ ഒരു ഹാബിറ്റ് എടുത്തത്. ആൻഡ് വൺസ് ഞാൻ ആ ഹാബിറ്റിലോട്ട് അഡാപ്റ്റ് ആയതിനു ശേഷം പിന്നെ എനിക്ക് എപ്പോഴും എവിടെ പോയാലും ഐ നീഡ് വാട്ടർ. ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, എനിക്ക് അപ്പം തന്നെ വെള്ളം വേണം. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ റീസെൻ്റ്ലി ഗോട്ട്, ഈ ഹാബിറ്റ്. സോ എനിക്ക് വെള്ളം കുടിക്കുമെന്ന് വെച്ചാൽ ഞാൻ കുറേ കുടിക്കുകയും ചെയ്യും. ഒരു കണക്കിന് നല്ലതാണ്. ഞാൻ എന്തോ ഒരു വലിയ കുറ്റം പോലെയാണത് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ മോർണിംഗ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. നല്ല വെയിലാണ് ഗൈസ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ഏർലി മോർണിംഗ് അല്ല, യൂഷ്വലി എണീക്കുന്നത് 11 മണി 12 മണി ടൈമിലൊക്കെയാണ്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. ബിക്കോസ് നമ്മൾ ഇതൊക്കെ എടുക്കുമ്പം കുറച്ച് ടൈം, എന്തായാലും കുറച്ച് ടൈം ഇതിന് വേണ്ടി സ്പെൻഡ് ആവും. എനിക്ക് കുറേ പണിയുണ്ട്. ഫുഡ് ഉണ്ടാക്കണം, പിന്നെ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് സമയം പോകുമല്ലോ. സോ ഐ തോട്ട് ഇച്ചിരി നേരത്തെ എണീക്കാം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പുറത്ത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കില്ല. നമ്മുടെ ടോപ്പിക് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയതുകൊണ്ട് ഓൺലി വെൻ ഐ ഈറ്റ്. ഒരു കാര്യം കൂടെ, വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ഡ്രിങ്കിങ് വാട്ടർ. അതൊരു ഹാബിറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ മാത്രമല്ല, എവറി ടൈം മേക്ക് ഷുവർ യു ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 3 liters ഓഫ് വാട്ടർ മിനിമം ഒരു ദിവസം.
അതാണ് എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി ഹെൽത്തി ഒക്കെയാണ്. 1 സൈഡഡ് എഗ് ഓംലെറ്റ് വിത്ത് വെജിറ്റബിൾസ്, പിന്നെ അതിൻ്റെ കൂടെ ഓട്സും. അപ്പം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് കഴിക്കുമ്പോൾ കാണാം. ഓക്കെ, ഞാൻ ഉച്ചത്തെ ചോറ് വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഓട്സ് ആണ്. ഓട്സിനുള്ള പാൽ ഇവിടെ ഇല്ല, സോ അതിപ്പോൾ വരും. പിന്നെ അതേ കുറച്ച് സോയ ചങ്ക്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോയ. ഐ റിയലി ലവ് ദിസ്. പക്ഷെ കുറേ പേർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല. ആക്ച്വലി നമ്മളിതിങ്ങനെ ബോയിൽ ചെയ്ത വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊട്ട ചൊവയുണ്ടല്ലോ, അത് മാറിക്കിട്ടും. അങ്ങനെ ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി. ആൻഡ് ഇത് നമ്മുടെ സോയ ചങ്ക്സിന് വേണ്ട സാധനങ്ങളാണ്. ഇതിൽ വി ഹാവ് എഗ് ഓംലെറ്റിൻ്റെ, ഇതിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്, അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല വിശപ്പുണ്ട്. സോ ഹംഗ്രി. യൂഷ്വലി 10 മണി 11 മണിക്ക് എണീക്കാറ്. ഇതിപ്പോൾ നേരത്തെ എണീറ്റുണ്ടാന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ ആണല്ലോ എന്തൊക്കെ സാധനങ്ങൾ ഇല്ലാണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഒരു 1-2 സാധനങ്ങൾ ഇല്ലാന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 1-2 അല്ല, ഒരു 3-4 സാധനങ്ങൾ ഇല്ല. സോ ഞാൻ ക്വിക്കായിട്ട് താഴെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം. ഇവിടെ ഞങ്ങളിപ്പോൾ 20ാമത്തെ ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊന്ന്, ഒരു 3-4 സാധനങ്ങളുണ്ട്, വാങ്ങിച്ചിട്ട് വേഗം വരാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ നല്ല വിശപ്പുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ 7:30 എണീക്കാറില്ല, 10-11 മണിയൊക്കെ ആവാറുണ്ട്. ഇന്ന് ഈ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നേരത്തെ എണീറ്റു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നു. സോ അതെ, എഗ് ഓംലെറ്റ് ആണ് ഫസ്റ്റ്. ഇതൊരു 2 എഗ്ഗും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഓട്സിൽ ഷുഗർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഒട്ടും ഷുഗർ ഇല്ലാണ്ടായാൽ തീരെ കഴിക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും പ്രിപ്പറേഷൻ തുടങ്ങും. ബിക്കോസ് ഈ കുക്കിംഗ് പാർട്ടൊക്കെ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ലഞ്ചിനുള്ള സോയ, ഡാൽ, പിന്നെ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ വർക്കിലേക്ക് ഞാൻ കടക്കുന്നത്. അങ്ങനെ ലഞ്ച് ഓൾമോസ്റ്റ് റെഡിയായി. ഇവിടെ UAE വന്നതിന് ശേഷം ലഞ്ച് കഴിക്കുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയ്ക്ക് കഴിക്കും, ഇടയ്ക്ക് കഴിക്കില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ലഞ്ച് നമ്മളൊരു 4 മണിയാവും, 3 മണിയാവും, എന്തായാലും 2 മണിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ലഞ്ച് കഴിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ശീലമൊക്കെ. നാട്ടിലുള്ളപ്പോൾ 1 മണിക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള റൊട്ടീൻ ഫോളോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ അതേ എൻ്റെ ഫേവറേറ്റ് സോയാബീൻ കറിയും ഡാൽ കറിയും, പിന്നെ ഈ ഗ്രീക്ക് യോഗേർട്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഗ്രീക്ക് യോഗേർട്ടിന് അഡിക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീക്ക് യോഗേർട്ട് കൂട്ടി കഴിക്കാൻ. എല്ലാം ചോറിൻ്റെ കൂടെ, പ്രത്യേകിച്ച് എന്ത് കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഗ്രീക്ക് യോഗേർട്ട് വേണം. പിന്നെ റൈസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബൗളൊന്നുമല്ല, കുറച്ച് കൂടുതലെടുത്ത് കഴിക്കാറുണ്ട്. എനിക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. എനിക്ക് ഈവനിങ് കോഫി വേണ്ട, ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കാറ്. എനിക്ക് ഒന്നും വേണം, എനിക്ക് ഗ്രീൻ ടീ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ലിയ ഗ്രീൻ ടീയുടെ അഡിക്റ്റാണ്. പുള്ളിക്കാരി എപ്പോഴും ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് ഇതിനൊരു ടേസ്റ്റും ഇല്ലല്ലോ, എങ്ങനെ ഇത്, അതും ഷുഗർ ഇല്ല, ഹണി ഇല്ല, ഒന്നുമില്ല, ഇതെങ്ങനെ ഈ കുടിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ബട്ട് ലേറ്റ് ഞാനിപ്പോൾ ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഇഫ് അത് ചൂടില്ലെങ്കിലും ഞാൻ ഗ്രീൻ ടീ കുടിക്കും. സോ പ്രണവിന് കോഫി എന്തായാലും വേണം, മോർണിംഗ് ആൻഡ് ഈവനിങ്. ഞാൻ കോഫി, ടീ ഒന്നുമില്ല. ഗ്രീൻ ടീയുടെ കൂടെ നമ്മുടെ കൂടെ കഴിക്കാനൊരു സാധനം കൂടിയുണ്ട്, സമോസ. ആ ചിക്കൻ കറി എൻ്റെ ഡ്രസ്സിലോട്ടൊന്ന് പോയി. സോ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു.
ഇതേ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 9:45 10 മണി ആയിട്ടുണ്ട്. ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഡിന്നർ എന്താന്ന് വെച്ചാൽ ഇത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഇത് സ്പെഷ്യൽ ഡിഷാണ്. ഇത് പിന്നെ വറുത്തരച്ച ചിക്കൻ കറി, പിന്നെ ഉച്ചത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട്. ചോറ് കഴിക്കണ്ടാവില്ല, മിക്കവാറും ഞാൻ ഇതും ചിക്കൻ കറിയും കൂട്ടിയിട്ടായിരിക്കും കഴിക്കുന്നത്. ഈ റെസിപ്പി ഞാനിപ്പോൾ അടുത്താണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അല്ല, ആക്ച്വലി എനിക്ക് അറിയായിരുന്നു, പക്ഷെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഫ്ലാറ്റിൽ വന്ന് ഉണ്ടാക്കി. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനത് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ്. അടിപൊളി കറി. അപ്പോൾ ഇതൊക്കെയാണ് വാട്ട് ഐ ഈറ്റിനെ ബേസിക് ആയിട്ടുള്ളത്. ഡയറ്റൊക്കെ നോക്കുമ്പോൾ വേറെ പല ഫുഡ് വരും. ഇനിയിപ്പം ഫുൾ ജങ്ക് ആണെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ബിരിയാണി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണോണ്ട് ഇങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.